തുടർച്ചയായ 5 വർഷത്തെ പരാജയം. വിചാരിച്ച റിസൾട്ട് കാണാതെ ലക്ഷക്കണക്കിന് ഡോളർ മരുഭൂമിയിൽ ഒഴുക്കിക്കളഞ്ഞു എന്ന് എല്ലാവരും കളിയാക്കിയ ഒരു പ്രൊജക്ട്. പക്ഷേ 6-ാം വർഷം അവർ കണ്ടെത്തിയത് ലോകത്തിന്റെ തന്നെ ഹിസ്റ്ററി മാറ്റി എഴുതിയ ഒരു വലിയ സാമ്രാജ്യമാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ വൺ ഓഫ് ദി മോസ്റ്റ് വാല്യുബിൾ ഗ്ലോബൽ എനർജി ജയൻസ് ആണ് സൗദി അരാംകോ. എന്നാൽ 1930കളിലെ തുടക്കത്തിൽ സൗദി അറേബ്യയുടെ അവസ്ഥ ഇതായിരുന്നില്ല. കൃഷിയും ട്രേഡിങ്ങും പിന്നെ മക്കയിലും മദീനയിലും എത്തുന്ന പിൽഗ്രിംസിനെയും ഡിപ്പെൻഡ് ചെയ്താണ് അവിടുത്തെ എക്കണോമി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പലപ്പോഴും കടുത്ത ഫിനാൻഷ്യൽ ക്രൈസിസും രാജ്യം നേരിട്ടു. ഈ സാഹചര്യത്തിലാണ് 1933-ൽ സൗദി ഗവൺമെന്റ് അമേരിക്കയിലെ സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനിയുമായി ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. മരുഭൂമിയിൽ ഓയിൽ എക്സ്പ്ലോറേഷൻ നടത്താനുള്ള പെർമിഷൻ ആയിരുന്നു അത്. ഇതിനായി അവർ രൂപീകരിച്ച കമ്പനിയാണ് പിന്നീട് അരാംകോ ആയി മാറിയത്. കമ്പനിയുടെ ജിയോളജിസ്റ്റുകൾ കഠിനമായ ചൂടിലും മണൽക്കാറ്റിലും സൗദിയുടെ ഡെസേർട്ടുകളിൽ വർഷങ്ങളോളം തിരച്ചിൽ നടത്തി. 1 അല്ല 2 അല്ല 6ഓളം കിണറുകൾ അവർ മാറി മാറി കുഴിച്ചു നോക്കി. എന്നാൽ നിരാശയായിരുന്നു ഫലം. വൻ തുക നഷ്ടം വന്നതോടെ കമ്പനി പ്രൊജക്ട് വൈൻഡ് അപ്പ് ചെയ്യണം എന്ന് പലരും ഉപദേശിച്ചു. എന്നാൽ അവസാനത്തെ ഒരു ലാസ്റ്റ് ട്രൈ കൂടി നടത്താൻ അവർ തീരുമാനിച്ചു. അങ്ങനെ 1938 മാർച്ചിൽ അവർ കുഴിച്ച ദമാം വെൽ നമ്പർ 7 എന്ന കിണറ്റിൽ നിന്ന് വൻ തോതിൽ ഓയിൽ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ചരിത്രത്തിൽ ഈ കിണർ പിന്നീട് പ്രോസ്പെരിറ്റി വെൽ അഥവാ സമൃദ്ധിയുടെ കിണർ എന്നറിയപ്പെട്ടു. ആ ഒരൊറ്റ ഡിസ്കവറി സൗദി അറേബ്യ എന്ന രാജ്യത്തിന്റെ ഫ്യൂച്ചറും ഇൻഫ്രാസ്ട്രക്ചറും കംപ്ലീറ്റ് ആയി മാറ്റിമറിച്ചു. അവിടെ മോഡേൺ റോഡുകൾ വന്നു, വൻകിട പോർട്ടുകൾ നിർമ്മിക്കപ്പെട്ടു, അത്യാധുനിക നഗരങ്ങൾ ഉയർന്നു വന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ കമ്പനി ജോലികൾ നൽകി. ഒരു പക്ഷേ അന്ന് ആ 6ാമത്തെ കിണറും പരാജയപ്പെട്ട് അവർ ആ പ്രൊജക്ട് ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന സൗദി അറേബ്യയോ അരാംകോയോ ഉണ്ടാകുമായിരുന്നില്ല. തോറ്റുകൊടുക്കാൻ തയ്യാറാവാതെ അവർ കാണിച്ച കൺസിസ്റ്റൻസിയും കാത്തിരിപ്പുമാണ് ഒരു രാജ്യത്തിന്റെ വിധി തന്നെ മാറ്റിമറിച്ചത്.